ഗോവിന്ദൻകുട്ടി ബാംഗ്ലൂരിൽ ലീഡിംഗ് ബിൽഡറാണ് ഇപ്പോൾ ഇയാൾ. ഇത് ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ പാർവതി. വിവാഹം കഴിഞ്ഞ് കുറച്ചായെങ്കിലും തൽക്കാലം കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. ഇനിയും പ്രേമിച്ച് തീർന്നിട്ടില്ലെന്ന ഗോവിന്ദൻകുട്ടി പറയുന്നത്. നാട്ടിലെവിടെ താമസം? ഹോട്ടലില്? ഏയ്, ഹരിഹർ നഗറില്, നമ്മുടെ വില്ലയില്. അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നവർ അവിടെ മുഴുവൻ നാശമാക്കിയിട്ടൊക്കെ ആയിരിക്കും. ഇന്നവിടെ ചെന്നിട്ട് വേണം അവന്മാർ എത്തുന്നതിന് മുമ്പ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യിക്കാൻ. നീ ആ ഗോപി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. ഓക്കെ, ടിക്കറ്റ്. ഇനി ഇത് മറക്കണ്ട. എന്താ? ഞാൻ പോകുന്നില്ല. 10 ദിവസമൊക്കെ നിന്നെ കാണാതിരുന്ന ഞാൻ ശ്വാസം മുട്ടി ചത്തു. അയ്യോ, ഇത്രയും കാലം കൂടിയിട്ട് കൂട്ടുകാരെ കാണാൻ കിട്ടിയ അവസരമല്ലേ, പോതിരുന്നാൽ എങ്ങനെയാ? എന്നാലും ഇത്രയൊക്കെ ദിവസം പോണ്ടെന്ന് വെക്ക്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കാലേ. അയ്യോ, അത് വേണ്ട, ക്യാൻസൽ ചെയ്യാൻ വരട്ടെ. അത് പോയില്ലെങ്കിലും ശരിയാവില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരത്തില്. പിന്നെ നമ്മുടെ കൊച്ചിയിലെ ഓഫീസ് തുറന്നിട്ട് എനിക്ക് പോകാനും പറ്റിയിട്ടില്ല. നിനക്ക് ലീവ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവായിരുന്നു. എന്റെ ലീവ് ഇപ്പോ അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാരണം നീ ലീവ് എടുത്ത് ഇനിയിപ്പോ അത് ബുദ്ധിമുട്ടാവണ്ട. ഗോഗു, എന്തെങ്കിലും തീരുമാനിക്കേ. പോവല്ലേ? അല്ലെങ്കിൽ ഈവനിങ് ഫ്ലൈറ്റിന് പോവാം. ഗോഗു. ഓക്കെ. ഇങ്ങോട്ട് നോക്ക്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചമ്മി പോയല്ലേ? ഇനി 10 ദിവസം കഴിഞ്ഞല്ലേ പറ്റുള്ളൂ, അതുകൊണ്ടാ. അപ്പുക്കുട്ടൻ ബോംബെയിൽ സെറ്റിൽഡാണ്. ഭാര്യ ജാനകി, ഒരു വെടിക്ക് 2 പക്ഷികൾ എന്ന് പറയുന്ന പോലെ 2 ഇരട്ട കുട്ടികൾ. സന്തുഷ്ട കുടുംബം. പക്ഷെ കുറച്ചുകൂടി അടുത്തിയെന്ന് നോക്കിയാൽ കാര്യം ഇതൊക്കെയാണെങ്കിലും ആളൊരു പോലീസാ, സോറി ഡോക്ടറാ, ഡെന്റിസ്റ്റ്. എന്താ പ്രശ്നം? നീ അവനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം കാര്യം എന്താന്ന് വെച്ചാ പറ. എടി യവന്മാരുടെ പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? കിട്ടിയോടാ? 2 ദിവസത്തിനും കിട്ടും. പതിവ് പോലെ എല്ലാ വിഷയത്തിനും 100 മുട്ടായിരിക്കും കിട്ടാൻ പോണേ. അത് അപ്പോഴല്ലേ, അതിന് ഇന്നെന്തിനാ ശിക്ഷിക്കുന്നേ? എടി പോത്തെ, ഇന്ന് ഞാൻ നാട്ടിൽ പോകുമല്ലേ, ഇനി പ്രോഗ്രസ് കാർഡ് കിട്ടുന്നവരെ എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്ന നേരത്തെ ചെയ്ത് തീർക്കണം. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ പോളിസി. ഹലോ ഹലോ, ഐ എം ഡോക്ടർ അപ്പുക്കുട്ടൻ നായർ. ഡോക്ടറാ? സത്യമായിട്ടും കോട്ട് കണ്ടില്ലേ? എവിടെയാ സ്ഥലം? ആലുവ. സോറി, ലിഫ്റ്റ് തരാൻ നിവർത്തിയില്ല. ദുബായിൽ നിന്ന് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വരുന്നുണ്ട്, എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ. മഹാദേവൻ, അവനെ വെയിറ്റ് ചെയ്യണം. എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അങ്കിൾ വരുന്നുണ്ട്. ഓ ഐ സി. അയ്യേ, ഇതാണ് അങ്കിൾ അല്ലേ? എവിടെയോ കണ്ട് നല്ല പരിചയം. മിസ്റ്റർ അറ്റ്ലാന്റിക്? നോ, അറ്റ്ലസ് രാമചന്ദ്രൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. എന്നെങ്കിലും കാണുമ്പോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിശ്വസ്ത അല്ല, വിശ്വസ്ത. അത് തന്നെ ഞാൻ പറയുന്നത്, വിശ്വസ്ത സ്ഥാപനം. വിശ്വസ്ത, ശ്വാസോച്ഛ്വാസത്തിന്റെ നാക്കണ്ണാക്കി മുട്ടിച്ചേ. അടികൊള്ളും. നേരെ പറയും, വിശ്വസ്ത സ്ഥാപനം. ഇപ്പൊ ഏകദേശം ശരിയായി. എന്താ അങ്ങോട്ട് പോണേ? നമുക്ക് എസ്കലേറ്റർ വഴി ഇറങ്ങാം. അങ്കിൾ എസ്കലേറ്ററിൽ കേറാൻ പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഇതൊരു ചെറിയ ബാലൻസിന്റെ പ്രശ്നമേ. വേണ്ട, ഒരു പ്രശ്നമില്ല ഏട്ടാ. വലത്തെ കാല് ഫ്രണ്ട് വെക്കുമ്പോ റൈറ്റ് ലെഗ് ബാക്കി വെച്ചാൽ മതി. ധൈര്യമായിട്ട് കയറിക്കോ. ഞാനില്ലേ ഇവിടെ. അങ്ങനെ അങ്ങനെ ചേട്ടാ, വലത്തെ കാല് അത്രേ ഉള്ളൂ. വെക്കോ. ആദ്യമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, കുഴപ്പമില്ല. അയ്യോ, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. Please, Air India flight IX435 from Dubai has arrived. മഹാദേവൻ ദുബായിൽ വലിയ ഉദ്യോഗസ്ഥനാണിപ്പോ. ഭാര്യ സുലോചന, ഒരേ ഒരു മകൾ മീനാക്ഷി. കുടുംബജീവിതം അത്ര സക്സസ് അല്ല. സ്വന്തം ജീവിതം സക്സസ് അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വിജയത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറായി ക്ലാസ് എടുക്കാനൊക്കെ ഇദ്ദേഹം പോകാറുണ്ട്. നിങ്ങളെ കണ്ടെത്തുക,
നിങ്ങളുടെ മനസ്സിനെ കണ്ടെത്തുക. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വരുന്നു എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? ഒരാന കുത്താൻ വന്നാലോ? ഓടും. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കില്ല. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ പേടിക്കരുത് കുട്ടാ. Attention please, Air India flight IX435. എക്സ്ക്യൂസ് മീ, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്നോ? ഒരു ശബ്ദം കേട്ടു. എയർ ഇന്ത്യയുടെ ശബ്ദമല്ല, എയറിന്റെ ശബ്ദമാ. ഞാനാ, സോറി. ഇറ്റ്സ് ഓക്കെ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. നന്നായിരുന്നു. Passengers are requested to proceed towards ഐ എം എ ഡോക്ടർ. കുറച്ച് വഴി തരൂ. Jet Airways 9W406. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ കാണിട്ടാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. പുല്ലേടാ. കണ്ണാണ് മേല. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇഡിയറ്റ്. അയ്യോ, എന്റെ കാല്. നമ്മളെ തള്ളിയിട്ടിട്ട് ചീത്ത വിളിക്കുന്നെന്തിന്? സോറി. ബെസ്റ്റ് തുടക്കം. തോമസ് കുട്ടിയുടെ പെണ്ണ് കാണൽ ചടങ്ങാണിത്. ഇത്രയും നാൾ ഒറ്റയാനെ പോലെ നടന്ന ഇയാൾ ഇപ്പോൾ കൂട്ടിനായി കണ്ടെത്തിയിരിക്കുന്നതും ഒരു അനാഥ പെൺകുട്ടിയാണ്. അപ്പുകുട്ടാ, നിനക്ക് സുഖമാണല്ലോ അല്ലേടാ? പിന്നെ നടുവും തല്ലി വീണ നല്ല സുഖമല്ലേ? ഇങ്ങനെ കിടന്നാലും എങ്ങനെ? എഴുന്നേറ്റ് മാറടാ അങ്ങോട്ട്. നീ വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഐ എം ഓൾ റൈറ്റ്. നോക്ക്. ഒന്ന് പോടാ അവിടുന്ന്. മാധവ, ഓവറാക്കരുത്. എത്ര കാലമായടാ? വിശേഷങ്ങൾ പറ. എവിടെ സുലു മോളും ഒക്കെ? അവരും കണ്ണൂരാ. അത് വിട്. വിശേഷം പറയാൻ തുടങ്ങിയ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോ മുതൽ വിശേഷങ്ങളാ അല്ലടാ. ആ എയർപോർട്ട് പൊളിച്ചടുക്കി. വാ അകത്തേക്ക് വാ. അത് പോട്ടെ, ജാനു എവിടെ? ജാനു? അതെ, ജാനു എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? വീട് വൃത്തിയാക്കാൻ വന്ന 33 വയസ്സുള്ള ജാനു എവിടെയെന്ന്. അതെ, അവൾ ഒട്ടും പോരാ, വൃത്തിയാവുന്നില്ല. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്ന തന്നെയല്ലേ നല്ലത്. ഞാൻ അവളെ പറഞ്ഞു വിട്ടു. നമ്മൾ ലേറ്റായി പോയടേ. 11:30 മനസ്സമ്മതം. ഓ അയ്യോ, സമയത്രേ. വാ, പെട്ടെന്ന് റെഡിയാവാം. നമ്മളിന്ന് വരുന്ന വിവരം അവൻ അറിയാവോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലത്. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നത്. അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഒരു മാറ്റമില്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. നീ പോലെ. ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഇവൻ ആരുടെ കാര്യം പറയണേ? കേരളത്ത്